പിന്നെയോ പുല്ലോ. നമ്മൾ ശരിക്കും പശുവിന് തീറ്റ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കേട്ടിരിക്കേണ്ട കാര്യമാണ്. ഒരു പശുവിന് നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് അതിന് ആദ്യം സംരക്ഷണ റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ പശുവിന്റെ ശരീരം നോക്കാൻ വേണ്ടിയിട്ട്, പാലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലാന്ന് നോക്കുക, അതിന്റെ ശരീരം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീറ്റ പശുവിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളാണെങ്കിലും ഒരു ജോലിയും ചെയ്യണമെന്ന് അറിയാം, ഒരു ജോലിയും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ അവിടെ കണ്ട ഉറങ്ങുകയാണ്. ഇന്നിപ്പോ ഒരു 10 ദിവസത്തേക്ക് ജോലി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, നമ്മൾ ഫുൾ ടൈം ഉറങ്ങുകയാണ്. പക്ഷെ ഉച്ചയ്ക്ക് അടുക്കളയിൽ മീൻ മരിച്ച മണം വരുന്നു, നമുക്ക് എന്ത് തോന്നും? നമ്മൾ ഒരു പണി എടുത്തിട്ടില്ല അല്ലേ? നമ്മൾ എന്തായിരിക്കും ചിന്തിക്കാം? ചോറുണ്ടാക്കും. അതേപോലെ പശുവിന് പാലും ഇല്ലാന്ന് വിചാരിക്കാം, പക്ഷെ അതിന്റെ നമ്മളിപ്പോൾ കഴിക്കുന്നില്ല, നമ്മുടെ ശരീരം നന്നാക്കാൻ വേണ്ടി. അതേപോലെ പശുവിന്റെ കേസിലും പാലുൽപാദനത്തിന് വേണ്ടി ശരീരം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീറ്റ കൊടുക്കണം. അതിനാണ് പശുവിന്റെ സംരക്ഷണ റേഷൻ എന്ന് പറയുന്നത്. അത് ഓർത്തിലേക്കല്ല, അതിന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 തൊട്ട് 2 കിലോ കാലിത്തീറ്റ എന്ന് വെച്ചാൽ 50 കിലോഗ്രാം ശരീരഭാരത്തിന് 250 ഗ്രാം കാലിത്തീറ്റ എന്ന കണക്കിലാണ് കൊടുക്കാൻ പറയുന്നത്. നമ്മൾ ഇതൊക്കെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി പഠനം നടത്തിയിട്ട് പറയുന്ന കണക്കാണ്. എന്നുവെച്ചാൽ ഒരു പശുവിന് സാധാരണ എത്ര വെയിറ്റ് ഉണ്ടാവും? സാധാരണ ഏകദേശം നമ്മളിപ്പോ പോയിട്ട് മെച്ചപ്പശുക്കൾക്ക് ഏകദേശം എത്ര ഭാരം ഉണ്ടാവും? ഒരു 350 400 കിലോ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ 1.5 തൊട്ട് 2 കിലോ കാലിത്തീറ്റ നമ്മുടെ ബോഡി നന്നാക്കാൻ വേണ്ടി തന്നെ കൊടുക്കണം. വേറെ കാര്യമുണ്ട്, നമുക്കിപ്പോ നല്ല പുൽകൃഷി ഉണ്ടെങ്കിൽ, ഇപ്പം പുൽകൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പറമ്പിലാണ് പുല്ലിനെ അല്ലേ ഉദ്ദേശിക്കുന്നത്. CO3 എന്നൊക്കെ പറഞ്ഞ പുല്ല് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ആണ്.